ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആർക്ക് ഓഫ് പ്രൊഫസിയുടെ വെളിപ്പാട് പഠന ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് 25ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാമത്തെ മുദ്രയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 3ാമത്തെ മുദ്ര നമ്മൾ പഠിച്ചു നിർത്തി. അതിനോട് എനിക്കൊരു കാര്യം കൂടി, ഒരു വിശ്വാസത്യാഗത്തെ കൂടി എനിക്ക് അതിന് കൂട്ടിച്ചേർക്കാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുൻപായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് മുൻപായി ഞാനൊരു അനൗൺസ്മെൻറ്റ് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനൗൺസ്മെൻറ്റ് വേറൊന്നുമല്ല, നമ്മൾ ഇത് ഒരു ബ്രേക്കിന് ശേഷം തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അഡ്വർടൈസ് ചെയ്തത് ഞായറാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച എന്നാണ്. ഈ വീഡിയോസിൻ്റെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും കാണുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് വ്യൂസ് കൂടുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്താൽ ആ വീഡിയോസ് എല്ലാം അത്രത്തോളം വ്യൂസ് കണ്ട് എത്താൻ വേണ്ടി സമയം കുറേ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലർ ഇനി ഇഷ്ടംപോലെ വീഡിയോസ് കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചിലർ കാണുന്നത് നിർത്താം. അതെനിക്ക് ഇതിന് മുൻപ് കിട്ടിയ ഒരു ഫീഡ്ബാക്കായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇതിന് സമയക്രമത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വീണ്ടും ഇതിന് മാറ്റം കൊണ്ട് ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മൾ 2 എപ്പിസോഡിലായിരിക്കും ഒരാഴ്ച ചെയ്യുന്നത്. അത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമായിരിക്കും. ക്ഷമിക്കണം, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമായിരിക്കും. അപ്പോൾ ഈ 2 ദിവസമായിരിക്കും നമ്മൾ 2 എപ്പിസോഡ് ചെയ്യുന്നത്. പക്ഷേ ഓരോ എപ്പിസോഡുകളും 45 മിനിറ്റോളം ഒരു ടോപ്പിക്ക് നമ്മൾ പരിപൂർണമായിട്ട് നമ്മൾ പഠിച്ചു തീർക്കുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരാഴ്ചയിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 5 ദിവസവും അരമണിക്കൂർ എപ്പിസോഡ് കവറാകുന്ന അതേ സമയം തന്നെ നമുക്ക് 2 എപ്പിസോഡിൽ വീതം നമുക്ക് ചെയ്ത് അപ്പോൾ ബാക്കിയുള്ള വേലകളെല്ലാം സുഖമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കാരണം എപ്പിസോഡിലെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ അതിനെന്തെങ്കിലും ദൂഷ്യവശം എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നമ്മോട് എഴുതി അറിയിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വസിക്കുന്ന അടികളെ വാതിലിട്ട് പിതാവേ, അടിയൻ എന്ത് സംസാരിക്കണമെന്ന് ദൈവം അടിയൻ്റെ വായിൽ വാക്കുകൾ വെച്ച് തരാൻ കൃപ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളിൽ നിന്ന് 4ാമത്തെ മുദ്ര ചിന്തിക്കുമ്പോൾ അടിയങ്ങൾക്ക് കൂടുതലായിട്ട് വരാൻ പോകുന്ന പ്രതിസന്ധികളെ മനസ്സിലാക്കാൻ കൃപ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ പഠനത്തിലുടനീളം ദൈവത്തിൻ്റെ കൃപ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ അഡ്വന്റിസ്റ്റ് വിശ്വാസി ആയിരിക്കാം, വേറെ ഇതര വിശ്വാസികളായിരിക്കാം, ചിലപ്പോൾ ക്രിസ്ത്യാനികൾ പോലും അല്ലാത്തവരായിരിക്കാം. അവരോട് എല്ലാവരോടും ദൈവം സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ പ്രവർത്തിക്കാൻ കൃപ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അടിയങ്ങളുടെ ഈ പഠനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അടിയങ്ങളെ ശക്തിയായി കൃപ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദൈവത്തിൻ്റെ ആത്മാവ് അടിയങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ കൃപ പ്രാർത്ഥിക്കുന്നു. ഇത് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ജനത്തോട് മാത്രമല്ല, അത് അടിയനോടാണ് സംസാരിക്കുന്നതെന്നും ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ട മാറ്റത്തെയും അടിയൻ ഇത് സംസാരിക്കുന്നിടയിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരാൻ കൃപ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ചോയ്സിൽ കുറവാണെങ്കിലും കൂടുതൽ നമ്മളെ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും യേശുനാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ നമ്മൾ ഇന്ന് 4ാമത്തെ മുദ്രയാണ്. പക്ഷെ നമ്മൾ 3ാമത്തെ മുദ്ര ചിന്തിച്ച സമയത്ത് നമ്മൾ യോർദാൻ നദിയിലെ വിശ്വാസത്യാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. യോർദാൻ നദിയിലെ വിശ്വാസത്യാഗത്തെ ചിന്തിച്ച സമയത്ത് നമ്മുടെ സഭയിൽ നടക്കുന്ന കുറച്ച് വിശ്വാസത്യാഗങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു ഉദാഹരണം കൂടെ എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറയാൻ സമയമില്ലായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ ഒരു ലീഡറാണ്. ആ പാസ്റ്ററിൻ്റെ പേര് മൈക്കിൾ പൊളൈറ്റ് എന്നാണ്. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, വളരെ വിഷമമെന്ന് പറയട്ടെ, അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ സ്കൈപ്പ് വഴിയോ എന്തോ ഒരു വീഡിയോ കോൾ മീറ്റിംഗ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണം എന്ന് പറയുന്നത്, അവർ ആഫ്രിക്കൻസാണ്, ഇത് സംസാരിക്കുന്ന ആഫ്രിക്കൻസാണ്. അപ്പോൾ ആഫ്രിക്കൻസിൻ്റെ പിതൃ പാരമ്പര്യം എന്ന് പറയുന്നത് പൂർവ്വപിതാക്കളെ ആരാധിക്കുകയും അവരായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. സ്പിരിച്വലിസം, പ്രേതാത്മവാദം, പ്രേതാത്മാക്കളോട് സംസാരിക്കുന്നത്, നെക്രോമാൻസി, ഇതെല്ലാം അതിൻ്റെ വേറെ പല പേരാണ്. നെക്രോമാൻസി, സ്പിരിച്വലിസം തന്നെ, അത് നമ്മുടെ സുവിശേഷത്തിൻ്റെ ഭാഗമാകുന്നുവെന്നും അതിനെ ഊട്ടിയുറപ്പിക്കുന്നതാകുമെന്നും പറയുന്നു. പക്ഷേ പ്രവാചിക LNG വൈറ്റ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവം നമുക്ക് വ്യക്തമാക്കി തരുന്നു. എന്താണ് നമുക്ക് വ്യക്തമാക്കി തന്നത്? അന്ത്യനാളിൽ 3 ഘടകങ്ങളാണ് ഈ ലോകത്തെ മുഴുവനും അന്ത്യയുദ്ധത്തിന് വേണ്ടി ഒരുക്കി ചേർക്കുന്നത്. അത് മഹാസർപ്പമാണ്, രണ്ടാമത്തത് വെള്ളത്തിൽ നിന്ന് കയറി വന്ന മൃഗമാണ്, മൂന്നാമത്തത് കരയിൽ നിന്ന് കയറി വന്ന മൃഗമാണ്. ഈ പിശാച് അത് നമ്മൾ വെളിപ്പാട് 12 പഠിക്കുമ്പോൾ, വെളിപ്പാട് 13 പഠിക്കുമ്പോൾ, അതിനുശേഷം വെളിപ്പാട് 17 പഠിക്കുമ്പോൾ, ഇവിടെ എല്ലാം നമ്മൾ ഈ കാര്യം അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ എന്ന് ഞാൻ പറയുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ആ ശക്തി എന്ന് പറയുന്നത് സ്പിരിച്വലിസമാണ്.
അത് തന്നെ എൽ ജി വൈറ്റ് പറഞ്ഞ സ്പിരിച്വലിസം, റോമൻ കാത്തോലിസിസം, പ്രൊട്ടസ്റ്റന്റിസം, ഇത് മൂന്നുമാണ് അന്ത്യനാളിൽ ചെയ്യുന്നത്. അപ്പോൾ ആ സ്പിരിച്വലിസത്തെയാണ്, അത് നമ്മുടെ സുവിശേഷം തന്നെയാണ് നമ്മുടെ ലീഡേഴ്സിൽ ഒരാളായ മൈക്കിൾ പൊള്ളൈറ്റ് പറഞ്ഞത്. എത്രത്തോളം വിഷമകരം. ശൗൽ രാജാവ് മരിച്ചുപോയ ശമൂവേൽ പ്രവാചകൻ്റെ അടുത്ത് സംസാരിക്കാൻ ഒരു മന്ത്രവാദിനിയുടെ അടുക്കൽ പോയി. അത് ശൗൽ രാജാവിൻ്റെ മരണത്തിന് ഇടയായി. അപ്പോൾ ദൈവജനത്തിൽ എത്ര തെറ്റായിട്ടുള്ള ഉപദേശമാണ്, എത്ര വലിയ ദുരുപദേശമാണ് അവരുടെ നാശത്തിലേക്ക് കൊണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നമ്മൾ ഇതേപോലെ ഈ നമ്മുടെ പൂർവ്വപിതാക്കളോട് നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ ചെയ്യുന്ന ഈ കാര്യം പിശാചിന് കൂടെ വീണുപോയ ആ ദൂതന്മാരിലേക്ക് നമ്മൾ വഴി തുറക്കുന്നത്. അവർക്ക് നമ്മുടെ ജീവിതത്തിൽ കടക്കാൻ ഒരു വഴി മാത്രമാണ് ആവശ്യം. അത് നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. ഇതേപോലത്തുള്ള ഉപദേശങ്ങൾ നിങ്ങളുടെ ഇടയിൽ കേൾക്കുകയാണെങ്കിൽ അതിനെ നിരാകരിക്കുക. ദൈവത്തിൻ്റെ വചനം നമുക്കുള്ള മാർഗം എന്താകുന്നു എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. 4ാമത്തെ മുദ്ര, അതിൻ്റെ നിറമെന്ന് പറയുന്നത് പേയിലാണ്. നമ്മൾ മലയാളത്തിൽ മഞ്ഞ നിറം എന്ന് വായിക്കുന്നു. അപ്പോൾ ഇത് ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്? മില്ലർ എവിഡൻസ്, ഓക്കെ, 187 പുറം ഇങ്ങനെ പറയുന്നു. The fourth seal opened in the year 538 AD when Antichrist first arose. For the fourth beast was like a flying eagle, and the woman was given 2 wings of an eagle, and that she might fly into the wilderness, into her place where she is nourished for a times and half from the face of the serpent. വെളിപ്പാട് പ്രവചനം 12:14. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഈ 4ാമത്തെ മുദ്ര തുറന്നത് AD 538 ആ സമയത്താണ് അന്ത്യക്രിസ്തു ഉയർന്നു വന്നത്. ഓരോ മുദ്രയും തുറക്കുന്നത് ഓരോ ജീവികളും പറയുകയാണ്. അതിൽ 4ാമത്തെ ജീവിയാണ് പറഞ്ഞത്. ഇത് പറഞ്ഞ 4ാമത്തെ ജീവി ഒരു കഴുകനെ പോലെയാണ്. അതേ കാലഘട്ടത്തെക്കുറിച്ച് വെളിപ്പാട് പ്രവചനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. സഭയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് പോകാൻ വേണ്ടി ഒരു കഴുകൻ്റെ ചിറക് ലഭിച്ചു. അങ്ങനെ അവിടെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും അവിടെ പോറ്റി പുലർത്തി. അപ്പോൾ എന്താണ് ഈ ഒരു കാലം, ഇരുകാലം, അരക്കാലം? ഒരു കാലം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു വർഷമാണ്. അത് കാണിക്കുന്നത് 360 ദിവസം. ഇരുകാലം എന്ന് പറയുന്നത് 2 വർഷമാണ്. അതിനുശേഷം അരക്കാലം എന്ന് പറയുന്നത് അരവർഷമാണ്. അപ്പോൾ 180 ദിവസം. ഒരു ദിവസം ഒരു വർഷമാണെങ്കിൽ ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1260. 1260 ദിവസമാണ്. അപ്പോൾ 1260 വർഷമാണ്. അപ്പോൾ ഈ ശക്തി, ഈ അന്തിക്രിസ്തു ശക്തി ഭരിക്കാൻ പോകുന്നത് 1260 വർഷക്കാലമാണ്. ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ തുറന്നു കിടക്കാൻ. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, മരുഭൂമിയിലേക്ക് പോവുകയാണ്. വെളിപ്പാട് പ്രവചനം 2-ാം അധ്യായത്തിൽ ഏത് സഭയാണ് ഈ 4ാമത്തെ മുദ്രയോട് സമാനമായിട്ട് പോകുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, തുയതേരയാണ്. തുയതേര എന്ന സഭയിൽ ഞാൻ എല്ലാം കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കുന്നത് ശരിയാണ്. വേദപുസ്തകം ഞാൻ വീണ്ടും ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരികയാണ്. തുയതേര സഭയിൽ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു. ആരാണ് ആ സ്ത്രീ? ജെസബെൽ. ജെസബെലിനെ പേടിച്ചിട്ട് അവിടെ ഏലിയ പ്രവാചകൻ മരുഭൂമിയിലേക്ക് ഓടുന്നു. അതല്ലേ വെളിപ്പാട് 12-14 പറഞ്ഞ് സഭ പേടിച്ചിട്ട്, ഈ ശക്തിയെ പേടിച്ചിട്ട് മരുഭൂമിയിലേക്ക് പോകും. 3.5 വർഷം മഴ പെയ്തില്ല ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ. 3.5 വർഷം എന്ന് പറയുമ്പോൾ ഇതേ സമയം തന്നെയാണ് 1260 ദിവസം. അപ്പോൾ വീണ്ടും അവിടെ സമാനങ്ങളുണ്ട്. താഴത്തിൽ നമുക്ക് ജെസബേലുണ്ട്. അത് നമുക്ക് വീണ്ടും ഇവിടെ നമുക്ക് ഈ തന്ന കോട്ടൺ നമുക്കത് തുറന്ന് കാട്ടിത്തരികയാണ്. 3ാമത്തെ മുദ്ര നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്നലെയല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. 538 വരെയാണ്. പക്ഷെ എവിടെ നിന്ന് തുടങ്ങിയാണ്? കോൺസ്റ്റാന്റീൻ ഭരണകർത്താവായി തീർന്നതിന് ശേഷം, ക്രൈസ്തവ മതം അവരുടെ ഒഫീഷ്യൽ റിലീജിയൻ ആക്കി മാറ്റിയതിനു ശേഷം മുതൽ 538 വരെയാണ്. 538 നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചാണ് ജസ്റ്റീനിയൻ അധികാരം കൊടുത്തു. ജസ്റ്റീനിയൻ അധികാരം കൊടുത്തതോടെ ചർച്ചിന് പൊളിറ്റിക്കൽ പവറും കൂടി കിട്ടി. അല്ലെങ്കിൽ മതപരമായ ഈ സ്ഥാപനത്തിന് രാഷ്ട്രീയ ശക്തിയും കൂടി കിട്ടി. ഞാൻ ഇന്ന് ഒരു ന്യൂസ് വായിക്കുകയായിരുന്നു.
ഇന്ത്യയിലുള്ള ഒരു BJP യുവ നേതാവ് അദ്ദേഹം പറഞ്ഞത്, ഇവിടുത്തെ സർക്കാരിനെ ഹൈന്ദവ വിശ്വാസികൾ തന്നെ അല്ലെങ്കിൽ ഹൈന്ദവ മതം തന്നെ അതിനെ നിയന്ത്രിക്കണം. ലോകത്തെ എല്ലായിടത്തും ചർച്ചും സ്റ്റേറ്റും ഒന്നായി വരുന്നതിൻ്റെ തെളിവുകൾ നമുക്ക്, ചർച്ച് എന്ന് പറയുമ്പോൾ ക്രൈസ്തവ ചർച്ചയിൽ ഏതെങ്കിലും വിശ്വാസം തന്നെയാകാം, വിശ്വാസവും ആ വിശ്വാസത്തെ നടപ്പിൽ വരുത്തുവാൻ ഒരു രാഷ്ട്രീയ ശക്തി ഉപയോഗിക്കുന്നു. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് വാക്യത്തിലേക്ക് വായിക്കാം. ആ വാക്യം നമുക്ക് വെളിപ്പാട് പ്രവചനത്തിൽ നമുക്ക് വായിക്കാം. 7ഉം 8ഉം വാക്യങ്ങൾ എന്താണ്? 4ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4ാം ജീവി പറഞ്ഞ് ഞാൻ കേട്ടു. എന്താണ് 4ാം ജീവി? കഴുകൻ. അത് നമ്മൾ നേരത്തെ കോട്ടിൽ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അപ്പോൾ നമുക്കിനി ചിന്തിക്കേണ്ടത്, എന്താകുന്നു ഈ മഞ്ഞ നിറം അല്ലെങ്കിൽ ഈ പേൽ കളർ? നമ്മൾ ഓരോ കുതിരയെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ നിറം എന്താകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതേപോലെ ഈ 4ാമത്തെ മുദ്രയും 4ാമത്തെ കുതിരയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ മഞ്ഞ നിറം, എന്താണ് ഈ പേൽ കളർ കാണിക്കുന്നത്? യെശയ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായം 22-ാം വാക്യം. യെശയ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായം 22-ാം വാക്യം. ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗൃഹത്തെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യാക്കോബേ ഇനി ലജ്ജിച്ച് പോകുകയില്ല, അവൻ്റെ മുഖം ഇനി വിളറിപ്പോകുകയുമില്ല. പേൽനെസ്, നമ്മൾ ഇംഗ്ലീഷിൽ ചിലരെ കുറിച്ച് പറയുന്നത് ഹിസ് ഫേസ് ടേൺ ടു പേൽ കളർ. പേൽനെസ്, പേൽനെസ് ഇൻ ഹിസ് ഫേസ് എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അതിൻ്റെ വെളറി എന്നാണ്. നമുക്കിത് ഉറപ്പുവരുത്താം. ഇംഗ്ലീഷിലൂടെ വായിക്കുമ്പോൾ യെശയ്യാവിന്റെ പ്രവചനം 29-22 നമ്മൾ ഇംഗ്ലീഷിലൂടെ വായിച്ച് നോക്കാൻ മനസ്സിലാവും. Therefore thus saith the Lord who redeemed Abraham concerning the house of Jacob, Jacob shall not now be ashamed, neither shall his face now wax pale. അപ്പോൾ എന്തായിട്ടാണ് പേൽനെസ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഇംഗ്ലീഷ് വായിക്കും പേൽ എന്നാണ്, മലയാളത്തിൽ കൊടുത്തത് മഞ്ഞ നിറമാണ്. അപ്പോൾ എന്തായിട്ടാണ് ഈ മഞ്ഞ നിറം അല്ലെങ്കിൽ എന്തായിട്ടാണ് ഈ പേൽനെസ്സിനെ ബന്ധപ്പെടുത്തുന്നത്? ലജ്ജ. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ജനം എന്തോ ഒരു ലജ്ജകരമായ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. 538 ഈ കാലഘട്ടം പറയുന്നത് 538 മുതൽ നവോത്ഥാന പ്രസ്ഥാനകർ അവരുടെ വേല തുടങ്ങുന്ന കാലഘട്ടം വരെ ഉള്ള കാലഘട്ടത്തെയാണ് ഈ മുദ്ര നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്ത് ദൈവജനം എന്താണ്? ലജ്ജാകരമായിട്ടുള്ള അവസ്ഥ. കാരണം അവരുടെ വിശ്വാസത്യാഗം മൂലം, അവരുടെ പാപം മൂലം ഒരു ലജ്ജാകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ നമ്മൾ ആ കുതിര, ഇതുവരെ പറഞ്ഞ 3 മുദ്രയിലും കുതിരയിൽ ഇരിക്കുന്നവനൊരു പ്രത്യേക പേരില്ലായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ അതിന് ഒരു പേര് കൂടി കൊടുക്കുകയാണ്. എന്താണ് പേര്? ഹിസ് നെയിം വാസ് ഡെത്ത്, മരണം എന്നായിരുന്നു പേര്. എന്നിട്ട് പറഞ്ഞു ഹേറ്റ്സ് ഫോളോഡ് ഹിം, പാതാളം അവനെ പിന്തുടർന്നു. ഇത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഹേറ്റ്സ് ആണ്. ഇതിന് ഉള്ള ഒരു പര്യായ പദം നമ്മൾ എബ്രായ ഭാഷയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ ഹേറ്റ്സ് അല്ലെങ്കിൽ പാതാളത്തെ കുറിച്ചാണ് പറയുന്നത്. ചില ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ ഹെല്ലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താകുന്നു? അപ്പോൾ അതിന് ഹെയിലായിട്ട് അത് നമ്മൾ അതിൻ്റെ എബ്രായ ഭാഷ മൂലഭാഷ എടുത്ത് നമ്മൾ അതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ പാതാളം അല്ലെങ്കിൽ നമ്മുടെ ശവക്കല്ലറ അല്ലെങ്കിൽ ഗ്രേവ് എന്നാണ്. ഇവിടെ പാതാളം എന്ന് പറയുന്നത് ഗ്രേവാണ്, നമ്മുടെ കല്ലറയെക്കുറിച്ചാണ്. അതിനെ പലപ്പോഴും വേദപുസ്തകത്തിൽ തെറ്റായിട്ട് ഹെല്ലായിട്ട് എന്ന വാക്കായിട്ട് ഇംഗ്ലീഷിൽ പരിശോധിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ റൂട്ട് വേർഡ് വെച്ചൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, എനിക്ക് അതിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയമില്ല, അത് വേറൊരു പഠനമാണ് നമ്മൾ മരണാന്തര അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. പക്ഷേ ഞാനിത് പറയാൻ കാരണം ഇവിടെയുള്ള പാതാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഹെല്ലെന്ന് ചില ബൈബിൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കണ്ടാൽ നമുക്ക് സംശയം തോന്നാൻ പാടില്ല. അത് ഉദ്ദേശിക്കുന്നത് ഒറ്റ വാക്കാണ്, അത് ഗ്രേവ് ആണ്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്, പാതാളത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നത് നമ്മുടെ ശവക്കല്ലറയാണ്. കാരണം മരണത്തിന് ശേഷം വരേണ്ട എന്താണ്?
ശവക്കല്ലറയാണ്. ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ ശരീരത്തെ കൊണ്ട് കിടത്തേണ്ടത് ഈ ശവക്കല്ലറമേലാണ്. അപ്പോൾ ആ വ്യക്തിയുടെ പേര് മരണം എന്നായിരുന്നു. അപ്പോൾ എന്താണ് അത് കാണിക്കുന്നത്? സദൃശ്യവാക്യം 7-ാം അധ്യായം 23-ാം വാക്യം. സദൃശ്യവാക്യം 7-ാം അധ്യായം നമുക്ക് മൂന്നിന് ശേഷം നമുക്ക് 24, 25, 26, 27 ഈ 4 വാക്യം നമുക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 7-ാം അധ്യായം 24 മുതൽ 27 വരെ. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേൾപ്പിൻ, എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പിൻ. നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലിക്കുമരുത്. ആരാണ് ഈ അവൾ? നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ചപ്പോൾ അന്ധകാരം സദൃശ്യവാക്യം നിന്ന് നമ്മൾ പഠിച്ചു. ആരിലേക്ക് വഴി ഒരുക്കുകയാണ്? വേശ്യ സ്ത്രീക്ക് വരാൻ. അതേ വേശ്യ സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവളുടെ വഴിയിലേക്ക് പോകാൻ പാടില്ല. 26-ാം വാക്യം, അവൾ വീഴിച്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. ഏറ്റവും പ്രധാനമാണ് 27-ാമത്തെ വാക്യം, അവളുടെ വീട് പാതാളത്തേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ആ കുതിരയിൽ ഇരിക്കുന്ന വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് ഡെത്ത്, മരണം, പാതാളം പിന്തുടർന്നു. 27-ാം വാക്യം പറയുന്നത് അവളുടെ വീട് പാതാളത്തേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിൻ്റെ അറകളിലേക്ക് തന്നെ. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാം. ആ വാക്യം അനുസരിച്ച് ഇരിക്കുന്ന ആളുടെ പേര് മരണം, പാതാളം പിന്തുടർന്നു. അപ്പോൾ പാതാളത്തിൽ കൂടി പോവുകയാണെങ്കിൽ എവിടെ ചെന്നെത്തും? മരണത്തിലേക്ക് എത്തും. അത് തന്നെയല്ലേ സദൃശ്യവാക്യം 7-27 പറഞ്ഞാൽ അവളുടെ വീട് പാതാളത്തേക്കുള്ള വഴിയാകുന്നു. അവളുടെ വീടെന്ന് പറയുന്നത് അല്ലെങ്കിൽ അറയെന്ന് പറയുന്നത് മരണമാണ്. ആരാണ് ഈ അവൾ? വേശ്യാസ്ത്രീ. തുയതര സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ അവൾ ആരാണ്? ജെസബേൽ. അപ്പോൾ എന്തുകൊണ്ട് ജെസബേൽ, അവൾ, വേശ്യാസ്ത്രീ എന്നുള്ള പ്രയോഗം കൂടെ കൊടുത്തു? നമ്മൾ 3-ാമത്തേൽ കറുത്ത കുതിരയാണ് വേശ്യയ്ക്ക് വേണ്ടി വഴിയൊരുക്കി. കാരണം വിശ്വാസത്യാഗം സംഭവിച്ചപ്പോൾ ഞാൻ അതിലേക്ക് വരാം. ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യൻ വെളിപ്പെട്ടു വരികയും വേണമെന്നാണ് 2 തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. അതിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കണം, പിന്നെ നാശയോഗ്യം വരണം. അത് തന്നെ നമ്മൾ കണ്ടു. വെളിപ്പാട് 3-ാമത്തെ മുദ്രയിൽ കറുപ്പാണ് കാണിക്കുന്ന വഴിയൊരുക്കി. എന്താണ് വഴിയൊരുക്കിയത്? വിശ്വാസത്യാഗം. പെർഗമോസിൽ എന്ത് സംഭവിച്ചു? വിശ്വാസത്യാഗം സംഭവിച്ചു. അത് ആരേക്ക് വഴിയൊരുക്കി? ഈ വേശ്യയിലേക്ക് വഴിയൊരുക്കി. വേശ്യ അല്ലെങ്കിൽ ജെസബേൽ എന്തിനെ സൂചിപ്പിക്കുന്നു? സ്ത്രീ എന്ന് പറയുന്നത് സഭയാണ്. കന്യകയാണെങ്കിൽ അത് ദൈവത്തിന് സഭ, വേശ്യയാണെങ്കിൽ വിശ്വാസത്യാഗം സംഭവിച്ച സഭ. വെളിപ്പാട് പ്രവചനം 17-ാം അധ്യായം പരിശോധിക്കുകയാണ്. അവൻ രാജാക്കന്മാരോട് വ്യഭിചാരം ചെയ്തു. ഷീ കമ്മിറ്റഡ് ഫോർണിക്കേഷൻ വിത്ത് ദ കിങ്സ്. ചർച്ചും സ്റ്റേറ്റും തമ്മിൽ യൂണിയൻ, അത് ദൈവത്തിൻ്റെ കണ്ണിൽ വ്യഭിചാരമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ വ്യക്തമാകുന്നു. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പോൾ ഈ കറുപ്പ്, ഈ പേൽ നിറം എന്ന് പറയുമ്പോൾ അത് നമ്മളെ എങ്ങോട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത് മനസ്സിലായി. ഇനി എന്താണ് ഈ മരണം എന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങാം. അപ്പോൾ എന്താണ് ഈ മരണം കാണിക്കുന്നത്? നമുക്ക് വായിക്കാം. മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. അപ്പോൾ പാപം, മരണം എന്തായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? പാപം തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെയെല്ലാം. ഇതുവരെ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്താ നമ്മൾ ഇതുവരെ പഠിച്ചത്? നമ്മൾ ആദ്യം നിറത്തെക്കുറിച്ച് ചിന്തിച്ചു. പെയിൽനെസ് എന്ന നിറം ബന്ധിപ്പിക്കുന്നത് ലജ്ജയാണ്. എന്താണ് ഈ ലജ്ജ? പക്ഷേ അതിലിരിക്കുന്ന ആളുടെ പേര് മരണമാണ്, പാതാളം പിന്തുടരുന്നു. ആർക്കാണ് ഇതേപോലെ പാതാളവും മരണവും ഉള്ളത്? വേശ്യസ്ത്രീയാണ്. വേശ്യസ്ത്രീ ആരാണ്? ജെസബേലാണ്. വീഴ്ച ഭവിച്ച സഭ, രാജാക്കന്മാരോട് വ്യഭിചരിച്ച സഭ. അത് കാണിക്കുന്നത് ചർച്ചും സ്റ്റേറ്റും യൂണിയനാണ്. ജെസബേൽ നമ്മൾ നോക്കിയാൽ ജെസബേൽ ഒരു റാണിയാണ്.
ജെസബേലിന്റെ ഭർത്താവ് ആഹാബ് ഒരു ഇസ്രായേലിനായിരുന്നു, പക്ഷെ ഇസ്രായേലിന്റെ രാജാവുമായിരുന്നു. ജെസബേൽ ഒരു കള്ളപ്രവാചകി നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ജെസബേൽ ബാലിനെ ആരാധിക്കുന്നു, ബാലിന്റെ ആരാധനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീയായിരുന്നു ജെസബേൽ. അപ്പോൾ ജെസബേൽ മതവും ആഹാബ് രാജ്യത്തെയും കാണിച്ചിരുന്നു. അപ്പോൾ ചർച്ചും സ്റ്റേറ്റും തമ്മിലുള്ള യൂണിയൻ, അതിനാണ് വെളിപ്പാട് 17 കാണുന്ന ആ സ്ത്രീ രാജാക്കന്മാരോട് വ്യഭിചരിച്ചു. അപ്പോൾ ഈ വ്യഭിചാരം എന്ന് പറയുന്നത് ചർച്ചും സ്റ്റേറ്റും യൂണിയനാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങി എന്താണ് മരണം എന്ന് ചിന്തിച്ചു. മരണത്തെ എന്തിലേക്ക് ബന്ധിപ്പിക്കുന്നു? പാപത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു. ആർക്കാണ് പാപമെന്ന് പേരുള്ളവൻ? ആർക്കാണ് പാപമെന്ന് പേരുള്ളവൻ? 2 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. 2 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? ആദ്യം എന്ത് ചെയ്യണം? വിശ്വാസത്യാഗം സംഭവിക്കണം, പിന്നെ നാശയോഗ്യൻ വെളിപ്പെടണം, നാശയോഗ്യനും അധർമ്മമൂർത്തിയും വെളിപ്പെടണം. അപ്പോൾ വിശ്വാസത്യാഗം സംഭവിച്ചതാണ് പെർഗമോസ്, 3-ാമത്തെ മുദ്ര, കറുത്ത കുതിര. പിന്നെ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുന്നതാണ് നമ്മൾ കാണുന്ന 4-ാമത്തെ മുദ്രയായ മഞ്ഞ നിറമുള്ള കുതിര, അല്ലെങ്കിൽ 4-ാമത്തെ സഭയായ തുയതൈര അല്ലെങ്കിൽ തയാറ്റീറ. ഇപ്പോൾ അത് വ്യക്തമായെന്ന് കാണുന്നു. ഇനി നമ്മൾ ഇവിടെ ഉദ്ദേശിച്ച 2 ടൈറ്റിൽ നിന്നാണ് നാശയോഗ്യനും അധർമ്മമൂർത്തിയും. എന്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വചനത്തിലേക്ക് വന്നത്? ആർക്കാണ് പാപം എന്ന് പേരുള്ളത്? അധർമ്മമൂർത്തി. അധർമ്മം എന്ന് പറയുന്നത് പാപത്തിൽ തന്നെയാണ്. എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു നോക്കാം. ഓക്കെ, അതേ വാക്യത്തിന് ഇംഗ്ലീഷ്. ലെറ്റ് നോ മാൻ ഡിസീവ് യു ബൈ എനി മീൻസ്, ഫോർ ദാറ്റ് they shall not come except their coming a falling away first, and the man of sin be revealed, the son of perdition. അപ്പോൾ 2 പേർ മാൻ ഓഫ് സിന്നും സൺ ഓഫ് പെർഡിഷൻ. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? നമ്മൾ എടുത്തു ചാടി പറയുന്നതിന് നമുക്ക് വേദപുസ്തകം പരിശോധിച്ച് തന്നെ നമുക്ക് കണ്ടെത്താം. ആദ്യം തന്നെ സൺ ഓഫ് പെർഡിഷൻ അല്ലെങ്കിൽ നാശയോഗ്യൻ എന്നുള്ള ആ ടൈറ്റിൽ എന്നുള്ള പേര് വേറെ ആർക്കും കൂടി വേദപുസ്തകത്തിലുണ്ട്. ഒരു വ്യക്തിക്കും കൂടി സൺ ഓഫ് പെർഡിഷൻ അല്ലെങ്കിൽ നാശയോഗ്യൻ എന്ന പേരുണ്ട്. ആർക്കാണെന്ന് അറിയാമോ? നമുക്ക് വായിക്കാം. യോഹന്നാന്റെ എഴുതിയ സുവിശേഷത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അവരോട് കൂടി ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഇത് ആരാണ് പറയുന്നത്? കർത്താവ് യേശു ക്രിസ്തു. ആരെ കുറിച്ചാണ് പറയുന്നത്? കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച്. അതിൽ പറയുന്നു തിരുവെഴുത്ത് നിവൃത്തി വരേണ്ട ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയില്ല. ഇംഗ്ലീഷ് വായിച്ചാൽ while I was with them in the world, I kept them in thy name. Those that thou hast given me, I have kept, and none of them is lost, but this son of perdition, that the scripture might be fulfilled. അപ്പോൾ ആരാണ് ഈ son of perdition? യൂദ. അപ്പോൾ ഈ അധർമ്മമൂർത്തി നാശയോഗ്യന് ആരുടെ സ്വഭാവം ഉണ്ടാകണം? യൂദയുടെ സ്വഭാവം എന്താണ്? 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ്, ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാമോനെ സ്നേഹിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്, പക്ഷെ പുറമെ ഒരു ക്രിസ്ത്യാനിയാണ്. അതാകുന്നു യൂദയെ കാണിക്കുന്നത്. ഇനി വേറെ എന്തെല്ലാം സ്വഭാവങ്ങൾ നമുക്ക് കാണാം? നമുക്ക് 2 തെസ്സലോനിക്കരുടെ ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ സ്വഭാവ സവിശേഷതകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ചു. അതാണ് ഒന്ന് കാര്യം. എന്ത് ചെയ്യുന്നു? അവൻ ദേവാലയത്തിൽ ഇരിക്കുന്നു, അവൻ ദൈവം എന്ന് നടിക്കുന്നു. അത് ഏതാണ് ഈ ശക്തി? രണ്ടാമത്തത്, ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അപ്പോൾ ദൈവത്തെയും ആരാധനയായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യത്തേക്കാൾ മേലും ഈ ശക്തി തന്നെ ഉയർത്തുന്നു. 3, അവൻ യൂദയെ പോലെയാണ്. ക്രിസ്ത്യാനിത്വം എന്ന പേരുണ്ട്, പക്ഷേ ദൈവത്തെ ത്യജിക്കുന്ന, ക്രിസ്തുവിനെ ത്യജിക്കുന്ന സ്വഭാവമാണ്. ഏറ്റവും അവസാനമായി പറയുന്ന ഒരു കാര്യം ദാനിയേൽ 7:25 നിർത്താണ്. അവൻ
അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെ നിയമങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവൻ അവൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ വീണ്ടും ഈ പ്രവചനം, കാലം, കാലങ്ങൾ, കാലാംശം, 120 വർഷം. അപ്പോൾ 120 വർഷത്തെ 1260 വർഷം, 1260 വർഷത്തെ കുറിച്ചാണ് അത് പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് സ്വഭാവം? നമ്മളിപ്പോൾ വായിച്ചതുപോലെ അവൻ ദേവാലയത്തിൽ ദൈവമെന്ന് നടിച്ച് ഇരിക്കുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ ആര് ആണ് ഇരിക്കുന്നത്? സിംഹാസനത്തിൽ വേറെ ആരുമല്ല, പോപ്പാണ്. പോപ്പിന് ഇരുവശത്തും 2 മാലാഖമാർ നിൽപ്പുണ്ട്. പോപ്പിൻ്റെ ചുറ്റും ഇത് ഞാൻ ഒരിക്കൽ കാണിച്ചാണ്, പക്ഷെ വീണ്ടും ഇതിൻ്റെ പഠനത്തിന് അനിവാര്യമായതുകൊണ്ട് ഞാൻ ഇതിൽ കൂടി വീണ്ടും കടന്നു പോവുകയാണ്. 4 വ്യക്തികൾ ഇരിപ്പുണ്ട്. ഇതേപോലെ ആരാണ് ദേവാലയത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലിരിക്കുന്നത്? നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ അവിടെ നിയമപ്പെട്ടകമുണ്ട്. നിയമപ്പെട്ടകത്തിന് മേൽ കൃപാസനമുണ്ട്. കൃപാസനൻ്റെ ഇരുവശത്തും അതിൻ്റെ തുടർപ്പണിയായിട്ട് 2 കെരൂബുകളുണ്ട്. വെളിപ്പാട് പ്രവചനം 4-ാം അധ്യായം പരിശോധിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ദൈവത്തിന് സിംഹാസന ചുറ്റും 4 ജീവികൾ. അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് ഇവിടെ കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ ഇരുവശത്തും ആണ് 2 കെരൂബുകൾ. നിങ്ങൾക്കറിയുമ്പോൾ ലൂസിഫർ ഒരു മറയ്ക്കുന്ന കെരൂബായിരുന്നു. ഒന്ന് ഗബ്രിയേലും ഒന്ന് ലൂസിഫർ. അപ്പോൾ അവൻ ദേവാലയത്തിൽ നിന്ന് ദൈവം ഒന്ന് നടിക്കുകയാണ്. കാരണം ഇത് എവിടെയാണ് ഇരിക്കുന്നത്? പോപ്പ് ദേവാലയത്തിലാണ്. ചുറ്റും 4 ജീവികൾക്ക് പകരം ഇവിടെ 4 പുരോഹിതന്മാർ അല്ലെങ്കിൽ 4 വേറെ വിശിഷ്ടമായുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നു? പോപ്പിൻ്റെ ചുറ്റും ഇരിക്കുന്നു. വേറെ എന്താണ് നമ്മൾ പഠിച്ചു? ദൈവമെന്നോ പൂജാവിഷയമെന്നോ പറയുന്ന എല്ലാത്തിനേക്കാൾ തന്നെ ഉയർത്തി, അല്ലെങ്കിൽ ദൈവദൂഷണം സംസാരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരർത്ഥത്തിൽ. കാരണം വെളിപ്പാട് 13 അദ്ദേഹം പറയുന്നു. എങ്ങനെയാണ് അദ്ദേഹം ദൈവദൂഷണം പറയുന്നത്? തനിക്ക് പാപം ക്ഷമിക്കാൻ കഴിവുണ്ടെന്ന് ഈ 1260 വർഷം ലോകത്തെ പഠിപ്പിച്ചു. പാപവിമോചന ചീട്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇന്റലിജൻസ് പുരോഹിതന്മാർക്ക് പാപത്തെ ക്ഷമിച്ചു കൊടുക്കുക. അതല്ലേ ദൈവദൂഷണം. കർത്താവ് യേശു ക്രിസ്തു തളർന്നു കിടക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും ക്രിസ്തുവിനെ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അവൻ ദൈവമല്ലാതിരിക്കെ ദൈവമെന്ന് നടിച്ചു. പിന്നെ നമ്മൾ കണ്ട അവൻ യൂദയെ പോലെയാണ്. യൂദ എന്തായിരുന്നു? 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. കർത്താവ് യേശു ക്രിസ്തു ഇതിൻ്റെ കൂടെ നടന്നു. അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ടായിരുന്നു, പുറമേ ക്രിസ്ത്യാനി. എന്താണ് റോമൻ കത്തോലിക്ക സഭ? പോപ്പ് അധികാരിയായിട്ടിരിക്കുന്ന ഏത് സഭയാണ്? റോമൻ കത്തോലിക്ക സഭ. റോമൻ കത്തോലിക്ക സഭ ഒരു ക്രൈസ്തവ സഭയാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ദൈവത്തെയും ദൈവവചനത്തെയും ത്യജിക്കുന്നു. കാരണം വചനം ജഡമായി തീർന്നതാണ് ക്രിസ്തു. ആ തിരുവചനത്തെയാണ് അവർ തള്ളിക്കളഞ്ഞത്. അവർ പ്ലേസ് ചെയ്യുന്നത് ട്രഡീഷൻ ഈസ് ഓവർ ദി ബൈബിൾ. അപ്പോൾ അവർ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ പാരമ്പര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പിന്നെ ദാനിയേൽ 7:25 അവൻ സമയത്തെയും നിയമത്തെയും മാറ്റും. അവൻ സമയത്തെ നിയമത്തെ മാറ്റിയോ? അതെ. ഇത് നമുക്ക് ഒരു കൊട്ടേഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണാം. കാത്തലിക് മിറർ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ദ കാത്തലിക് ചർച്ച് ഫോർ ഓവർ 1000 years ബിഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് ബൈ ദ വെർച്യൂ ഓഫ് എ ഡിവൈൻ മിഷൻ ചേഞ്ച് ദ ഡേ ഫ്രം സാറ്റർഡേ ടു സൺഡേ. അവരുടെ ഒരു പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റുകാരുണ്ടാകുന്ന 1000 വർഷങ്ങൾക്ക് മുൻപാകെ അവരുടെ ശക്തിയുടെ അധികാരത്തിൽ അവർ വിശുദ്ധ ശബത്തിനെ ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റി. വേദപുസ്തകത്തിൽ നിന്നും വിശുദ്ധ ശബത്ത് ശനിയാഴ്ച അല്ലാതെ ഞായറാഴ്ചയാകുന്നുവെന്ന് പറയുന്ന ഒരു വചനവും പോലുമില്ല. കാരണം അവർ ട്രഡീഷന് വേദപുസ്തകത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പേഗനിസം സഭയിൽ കയറി വന്നു. കോൺസ്റ്റാന്റിന്റെ കാലത്ത് 321 സൺഡേ ലാ കൊണ്ടുവന്നു. അത് പ്രാചീന റോമ സാമ്രാജ്യം. പക്ഷെ വെളിപ്പാട് 13 അനുസരിച്ച് മഹാസർപ്പമാണ് ഈ മൃഗത്തിന് അധികാരം കൊടുക്കുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളും ഈ മൃഗത്തിന് അല്ലെങ്കിൽ പാപ്പാത്തത്തിനുണ്ട്. പ്രാചീന റോമ സാമ്രാജ്യത്തെ സകല കാര്യങ്ങളും അവർ ഏറ്റെടുത്തു. കോൺസ്റ്റാന്റിന്റെ കാലഘട്ടത്തിലാണ് ഞായറാഴ്ച പ്രാകൃതന്മാരുടെ സൂര്യനെ ആരാധിക്കുന്ന ദിവസമായതുകൊണ്ട് അവരതിനെ എടുത്തു.
അതുകൊണ്ടാണ് അവർ അന്ന് അത് ആരാധിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു? വിശുദ്ധന്മാരെ ഒടുക്കി കഴിഞ്ഞു. ഈ 1260 വർഷം അനേകർ സത്യത്തിന് വേണ്ടി, തിരുവചനത്തിന് വേണ്ടി അവരുടെ ജീവിതത്തെ കൊടുത്തു. അവർ യാഗമായി മാറി. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത മുദ്രയിൽ നമ്മൾ പോകുന്നതായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ അത് വ്യക്തമാക്കി. 1 കൊരിന്ത്യർ 9:10 അനുസരിച്ച് ഇതെല്ലാം അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. എൻ ജി വൈറ്റ് പറയുന്നു, മച്ച് ഓഫ് ദി ഹിസ്റ്ററി വിൽ ബി റിപ്പീറ്റഡ്. അപ്പോൾ വെളിപ്പാട് പ്രവചനം അനുസരിച്ച് പാപ്പാത്വത്തിന് 1898 അല്ലെങ്കിൽ ഒരു കാലം, ഇരുകാലം, അരക്കാലം തികയുന്ന 1260 വർഷം തികയുന്ന 1798 538 മുതൽ 1798 വരെ ആകുമ്പോൾ അത് കഴിയും. ആ സമയത്ത് മരണകര മുറിവേറ്റു. പക്ഷേ ആ മരണകരമായ മുറിവ് പൊറുക്കുമെന്നും ലോകം മുഴുവനും ഈ മൃഗത്തെ കണ്ട് വിസ്മയിക്കുമെന്നും തിരുവചനം പറയുന്നു. അല്ലെങ്കിൽ ഈ റോമാ സാമ്രാജ്യത്തിന് ലോക അധികാരം വീണ്ടും കിട്ടും. ആ ലോകാധികാരം വീണ്ടും കിട്ടുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കണം? ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ വിശ്വാസത്യാഗം സംഭവിക്കണം. ഇന്ന് നമ്മുടെ ഇടയിൽ ക്രൈസ്തവ സഭകൾക്ക്, സെവൻത് ഡേ സഭയെ മാത്രമല്ല ക്രൈസ്തവ സഭകൾക്ക് വിശ്വാസത്യാഗം ഉണ്ടായോ? ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാർട്ടിൻ ലൂതർ എഴുതിയ ആ പ്രൊട്ടസ്റ്റ്, തുടങ്ങി വെച്ച പ്രൊട്ടസ്റ്റ് തീർന്നുപോയി എന്ന് അവർ ഒരു സൈൻ അങ്ങ് ചെയ്തു. പ്രൊട്ടസ്റ്റിൻ്റെ കാര്യം വിചാരിച്ചത് അവരും കാത്തലിക്കുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അകലെ നിർത്തിയ ഗ്രൂപ്പാണ് പ്രൊട്ടസ്റ്റിൻ്റെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വെളിപ്പാട് പ്രവചനം 12 അധ്യായം അനുസരിച്ച് ഒരു ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് വെള്ളം ഈ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. വെളിപ്പാട് 12 പഠിക്കുമ്പോൾ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആകുന്നു എന്ന് മനസ്സിലാക്കും. അതൊരു പ്രൊട്ടസ്റ്റന്റ് നേഷനാണ്. അതിന് 2 വലിയ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. അത് റിപ്പബ്ലിക്കുമാണ്, പ്രൊട്ടസ്റ്റന്റാണ്. അതിന് ഒരു രാജാവില്ലായിരുന്നു. 2, അത് പോപ്പിന്റെ കീഴിലല്ലായിരുന്നു. പോപ്പുമായിട്ടോ ചർച്ച് സ്റ്റേറ്റ് യൂണിയനുമായിട്ടോ അതിന് ഒരു കാര്യവുമില്ലായിരുന്നു. അത് ആയിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ അതിന് മാറ്റം സംഭവിച്ചു, മാറിക്കൊണ്ടിരിക്കുന്നു. 2015 പോപ്പ് എന്ത് ചെയ്തു? കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വേറെ എന്ത് തെളിവാണ് വേണ്ടത്? വിശ്വാസത്യാഗം നമ്മുടെ നടുവിലില്ലെങ്കിൽ. ഇനി നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് ഞായറാഴ്ച നിയമം ഇനിയും ദൂരെയാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നമ്മൾ വെളിപ്പാട് പ്രവചനം നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല, ചില വാക്യങ്ങൾക്കൊന്നും. പക്ഷെ ഇവിടെ പറയുന്നത് ഭൂമിയുടെ കാലാംശത്തിന്മേൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഭൂമിയുടെ കാലാംശം? ഇംഗ്ലീഷ് വായിക്കുമ്പോൾ പവർ ഓവർ ദി 4th പാർട്ട് ഓഫ് ദി എർത്ത്. കാലാംശം അല്ലെങ്കിൽ 1/4 മാത്രമാണ് അധികാരമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്മിത്ത് ദിയർ 432 പുറത്തിൽ ഇപ്രകാരം പറയുന്നു, പവർ വാസ് ഗിവൺ അൺടു ദം ഹിം says the margin. That is the power personified by the death on the pale horse, namely the papacy. By the 4th part of the earth is doubtless meant the territory over which this power had jurisdiction. അപ്പോൾ എന്താകുന്നു? ശക്തി അതിന് ലഭിച്ചു. അതെന്ന് പറയുന്നത് മരണമാണ്. 4ാമത്തെ കുതിരമേൽ ഇരിക്കുന്ന അത് ആരാകുന്നു? പാപ്പാത്വമാകുന്നു. കാരണം അത് മരണമാണ്. മരണം ആർക്കാണ്? വേശ്യയിൽ നിന്നാണ് വരുന്നത്. വേശ്യ ആരാണ്? ജെസബേൽ. ആരെ കാണിക്കുന്നു? കത്തോലിക്ക സഭയെ കാണിക്കുന്നു. പേപ്പേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ 4/1 കാലാംശം എന്ന് പറയുന്നത് ആ സമയത്ത് റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ആ അധികാര പ്രവേശ്യ പ്രോവിൻസ്, അതിനെ കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. എന്തെല്ലാം കൊണ്ടാണ് അവരുടെ മേൽ ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞത്? വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്രകാരം ഈ കോട്ട് പറയുന്നു, ഇൻ അവർ ടെക്സ്റ്റ് he says, power was given them to kill with the sword, that is to make war, which was fulfilled in Europe when the papal power sent out large armies to exterminate the heretics, as they were called, and with hunger. This was fulfilled by
the same power imprisoning and starving to the death many thousands of persons who were suspected of opposition to her ungodly pretensions, and with death invented the most cruel and the bloody means of torture that were ever imposed upon our world, to inflict death in every possible shape that the men or devils could invent. Thousands and tens of thousands suffered death under the most excruciating torments that the Inquisition could devise. And with the beast of the earth, after they were glutted their thirst for blood in every possible shape that man could inflict, thousands were thrown into the ferocious beast to be destroyed by them. The time and the place of the opening of this seal we cannot be mistaken in. It must have been during the bloody and persecuting reign of the papal church. മില്ലർ എവിഡൻസ് 182 പുറം 183 പുറം. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? മലയാളത്തിൽ ഞാൻ പറയാം. അതിന് അധികാരം ലഭിച്ചെന്ന് വാളാൽ കൊല്ലാൻ. അപ്പോൾ എന്തിനെ കാണിക്കുന്നു? യുദ്ധം നശിപ്പിക്കുക. ഇത് യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ആ കാലഘട്ടത്തിൽ നടന്നത്. എന്ത് ചെയ്തു? ചർച്ച് അല്ലെങ്കിൽ പേപ്പൽ പവർ അധികാരം കൊടുത്തു ഹെറിറ്റിക്സിനെ കൊന്നുകളെ. ആരാണ് ഈ ഹെറിറ്റിക്സ്? വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന, സത്യസുവിശേഷത്തിൽ വിശ്വസിക്കുന്ന, കാത്തലിക്സ് പറയുന്നതിനോട് യോജിക്കാത്ത വ്യക്തികൾ. പിന്നെ എന്താണ്? വിശപ്പോടെന്ന് പറഞ്ഞു. അതെന്ന് പറയുമ്പോൾ കാരണം പലരെയും ഇങ്ങനെ ജയിലിട്ട് അവർക്ക് ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. തിരുവചനമാകുന്ന മന്ന ആകുന്ന അപ്പം ആ കാലഘട്ടത്തിൽ ലഭ്യമല്ലായിരുന്നു. ആൻഡ് വിത്ത് ഡെത്ത്, കാത്തലിക്സിൻ്റെ 1260 വർഷത്തെ ആ ഇരുണ്ട കാലയുഗത്തിൽ, ഇരുണ്ട കാലം എന്ന് വിളിക്കുന്നത് വെളിച്ചമില്ല, കാരണം വചനമില്ല, അതാണ് അവിടെ വിശപ്പെന്ന് ഒരു അർത്ഥം. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ഫാമൈൻ എന്ന് കാണിക്കുന്നത്. ആൻഡ് വിത്ത് ഡെത്ത് എങ്ങനെയാണ്? ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് പല ചിത്രങ്ങളും കിട്ടും. അവർ പല പല വിധേനയുള്ള മാർഗങ്ങളാണ് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത്. ജീവനോടെ തീപ്പന്തമായി ക്രിസ്ത്യാനികളെ കത്തിച്ചു കൊന്നു. ചിലരെ വന്യമൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സിംഹങ്ങൾക്ക് ഇരയായിട്ട് കൊടുത്തു. ഞാൻ ചില ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊരു പെട്ടി ഉണ്ടാകും. ആ പെട്ടിയുടെ അകത്തും പുറത്തും മുഴുവനും മുള്ളായിരിക്കും. ആ വ്യക്തിയെ ആ പെട്ടിയുടെ അകത്ത് വെച്ചിട്ട് വാതിലും മുള്ളായിരിക്കും, ആ പെട്ടിയുടെ അകത്തും മുള്ളായിരിക്കും, അടയ്ക്കും. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും മുള്ളുകൾ തുളച്ച് കയറി രക്തം വാർന്നു വരിക്കും. പിന്നെ വേറൊരു മാർഗമുണ്ടായിരുന്നത് ഒരു കസേരയിൽ ഇരുത്തി ഷോക്ക് അടിപ്പിച്ച് കൊല്ലും. വേറൊരു മാർഗം എന്ന് വലിയൊരു ചക്രത്തിൽ ആ റിമ്മിൽ കൂടി ആ വ്യക്തിയെ കെട്ടിയിട്ട് ആ ചക്രം ഇടിച്ച് ആ വ്യക്തി ചതഞ്ഞ് മരിക്കും. അനേകം. പക്ഷെ തിരുവചനം നമ്മോട് പറയുന്നത് ഇനി വരാൻ പോകുന്ന കഷ്ടകാലം ഇതിനേക്കാൾ ഉപരിയാണ്. 5ാമത്തെ മുദ്ര പറയുന്നത് ഇനിയും അനേകം രക്തസാക്ഷികൾ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഈ മരണത്തെക്കാൾ ക്രൂരമായ മരണമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. നമ്മൾ അതിന് തയ്യാറാണ്. അന്നത്തെ വിശ്വാസികൾ ചിന്തിച്ചത് ഗ്രേറ്റ് കോൺട്രവേഴ്സിൽ എവിടെയാണ് പറയുന്നത്? ഡെത്ത് ബിഫോർ ഡിസോണർ. ദൈവത്തെ തിരിച്ചു പറയുന്നതിനേക്കാളും നല്ലത് മരണമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയോ? ഇവിടെ ഈ കോട്ടിൽ വന്ന് വിത്ത് ബീസ്റ്റ് ഓഫ്, അതിനുശേഷം അനേകം മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുത്തു എന്നാണ്. പക്ഷേ അതിനേക്കാൾ വേറൊരു അർത്ഥം കൂടെ തന്നെ ഉണ്ട്. അതിൽ പോകുന്ന മുമ്പ് വേറൊരു കോട്ട് ഞാൻ വായിക്കാം. ഹാസ്കൽ എന്ന് പറഞ്ഞ വ്യക്തി എഴുതിയ പുസ്തകത്തിൽ thousands have been put to death by sword, by starvation and by wild beast. ആയിരക്കണക്കിന് പേരെയാണ് വാളാൽ കൊന്നത്, പട്ടിണിയിട്ട് കൊന്നത്, മൃഗങ്ങൾക്ക് ഇരയായിട്ട് കൊടുത്തത്. ആൻഡ് വാട്ട് ഈസ് വേഴ്സ് ദാൻ കില്ലിംഗ് ദ ബോഡി, മെനി മോർ സഫേർഡ് സ്പിരിച്വൽ ഡെത്ത് ബിക്കോസ് ഓഫ് ഹൈഡിങ് ദ വേർഡ് ഓഫ് ലൈഫ്. ശരീരത്തെ കൊല്ലുന്നതിനേക്കാൾ ഉപരി അനേകർ മരിച്ചത് ആത്മീയ മരണമാണ്. കാരണം ജീവൻ്റെ വചനം അന്ന് മറച്ചു വയ്ക്കപ്പെട്ടു. ആരുടെ കയ്യിലും വേദപുസ്തകമാർക്കും തുറന്ന് വായിക്കാൻ പോലും അധികാരമില്ല. കാത്തലിക് ചർച്ചിന് മാത്രമാണ് അന്ന് ഇൻറ്റർപ്റ്റ് ചെയ്യാനും വായിക്കാനുള്ള അധികാരം ആ കാലഘട്ടത്തിലുണ്ടായത്. Whenever the church is clothed with civil power, എപ്പോഴെല്ലാം സഭയ്ക്ക് രാഷ്ട്രീയ ശക്തിയുണ്ട്, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്, it wears out to the mankind the Christian experience. മനുഷ്യന് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം, അനുഭവം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ തന്നെ വിലയില്ല.
If that experience is not according to the prescribed religion, വേദപുസ്തക പ്രകാരമല്ല നമ്മൾ ക്രൈസ്തവ ജീവിതം പോകേണ്ട. അവർ പറയുന്ന മാർഗം പ്രകാരം അവർ പുതിയൊരു മാർഗം കൊണ്ടുവരാൻ പോവാണ്. അത് സോഷ്യലിസ്റ്റ് മാർഗമാണ്. അതിൽ പ്രകാരമുള്ള വിശ്വാസ ജീവിതമായിരിക്കും നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് ഇനി അങ്ങോട്ട്. അല്ലെങ്കിൽ നമ്മൾ ഹെറിറ്റിക്സ് എന്ന് അവർ വിളിക്കും. The thumb screw and other instruments of torture were brought forth to extort confession from the penitent. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ളവരെ തം സ്ക്രൂ, അവരുടെ വിരലിൽ നിന്ന് നഖം വലിച്ചൂരി അങ്ങനെ അനേക ശരീര പീഡനത്തിലൂടെ വേദനയിലൂടെ കടത്തി വിട്ടിട്ട് അവരുടെ വിശ്വാസത്തെ തള്ളി പറയാം. അപ്രകാരം വിശ്വാസം നമുക്കിന്നുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. എനിക്ക് കഷ്ടപ്പാടുകൾ കാരണം എന്നെ ഇട്ട് നരകിപ്പിക്കുമ്പോൾ, എന്നെ ഇട്ട് വേദനിപ്പിക്കുമ്പോൾ, മരണം എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ, നിങ്ങൾക്കറിയാമോ വാഗ്നീസിയൻസിൻ്റെ കാലഘട്ടത്തിൽ അവരെ മലകളുടെ മേളിൽ കൊണ്ടുപോയിട്ട് മാതാപിതാക്കളുടെ മുമ്പാകെ അവരുടെ കുഞ്ഞുങ്ങളെ ആ കുഴിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ തള്ളി പറയുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുമായിരുന്നു. കുഞ്ഞിനെങ്ങനെ ആ കുഴിയിലേക്ക്. നമ്മുടെ മക്കളെക്കുറിച്ചും ചിന്തിച്ചു നോക്കാം. നമ്മുടെ മക്കളെ അങ്ങനെ ഒരാൾ പിടിക്കുന്നത് കാണുമ്പോൾ, ഞാനൊരു അച്ഛനാണ്, എൻ്റെ മകൻ ഒന്ന് കരയുന്ന സമയത്ത് എൻ്റെ ഹൃദയം പിടയും. ഓരോ മാതാപിതാക്കൾക്ക് ഇതേ അനുഭവമുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദൈവത്തെ തള്ളിപ്പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുമോ? ആ കാലഘട്ടമാണ്. പക്ഷെ നമ്മൾ ഇതിനൊന്നും ഒരുങ്ങിയിട്ടില്ല. അന്ന് അവ ദൈവത്തിന് വേണ്ടി നിന്നു. അനേക കുഞ്ഞുങ്ങളെ അന്ന് അങ്ങനെ കൊന്നു. മാനസിക പീഡനം, പിന്നെ നമ്മുടെ ശരീരത്തിൽ പീഡിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് 1260 വർഷം നടന്നു. പക്ഷേ അത് വീണ്ടും ആവർത്തിക്കും. പക്ഷെ ഇവിടെ അവസാനിച്ച് പറയുന്നത്, ബട്ട് ഗോഡ് ഈവൻ ഇൻ ദ മിസ്റ്റ് ഓഫ് ദ സിവിയറസ്റ്റ് പെർസിക്യൂഷൻ വാച്ചസ് ഓവർ എവറി അഫ്ലിക്റ്റഡ് സോൾ. പക്ഷെ ദൈവം ഇതിനെല്ലാം ഇടയിൽ കഷ്ടപ്പെടുന്ന ഓരോ ആത്മാക്കളെയും കാണും. ഈ ആത്മാക്കളെക്കുറിച്ച് അടുത്ത് മുദ്ര പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം, ഈ സമയത്ത് ദൈവം എവിടെയായിരുന്നു? നമുക്ക് പലപ്പോഴും ചിന്തിക്കാം, നമ്മുടെ കഷ്ടപ്പാടുന്ന സമയത്ത് ദൈവം എവിടെയാണ്? ക്രിസ്തു ക്രൂശിൽ കിടന്ന കരഞ്ഞ സമയത്ത് ദൈവം എവിടെയായിരുന്നു? അവിടെ തന്നെയാണ് ദൈവം നമ്മൾ കഷ്ടപ്പാടോട് കടന്നു പോകുന്ന സമയത്ത്. ക്രിസ്തു നമ്മുടെ ഏറ്റവും വലിയ മാതൃകയാണ്. ക്രിസ്തുവിനെ ദൈവം കൈവിട്ടിട്ടല്ല ആ യാത്രയെല്ലാം അനുഭവിച്ചത്. ക്രിസ്തുവിൻ്റെ മാർഗം തന്നെയാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബീസ്റ്റ് കാണിക്കുന്നത്? കുക്ക് എന്ന് പറഞ്ഞ വ്യക്തി എഴുതിയ പുസ്തകത്തിൽ, beast of the earth represent wolves in the sheep's clothing, referring to the cause of the priest and friars of the day. അപ്പോൾ മൃഗങ്ങൾക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യരെയാണ്. സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ട മനുഷ്യരെന്ന് നമുക്ക് പറയാം. അതുപോലെ ആട്ടിൻ തോലിട്ട ചെന, അല്ലെങ്കിൽ ക്രൈസ്തവൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പുറമോടിയിൽ ജീവിച്ച് മത്തായി 24 പറഞ്ഞ പോലെ അവർ നമ്മൾ പരസ്പരം കൊല്ലുവാൻ ഏൽപ്പിക്കും. ഇത് നമുക്ക് ഇത് ഞാൻ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നമുക്ക് എവിടെയെല്ലാം കാണും. വെളിപ്പാട് പ്രവചനം 12:14, അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്നെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന് 2 ചിറക് ലഭിച്ചു. അതാണ് 4ാമത്തെ മൃഗം. ഈ 4ാമത്തെ മുദ്ര പറയുന്ന 4ാമത്തെ മൃഗം എന്താണ്? കഴുകനാണ്. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും 1/2 കാലവും പോറ്റി രക്ഷിച്ചു. 1260 വർഷം. വെളിപ്പാട് 13:7 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിൽ അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. നമ്മൾ ഇതിന് തയ്യാറാണോ? ഞാൻ ഈ അവസാന കോട്ടോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ മുദ്രയുടെ, ഈ സീലിൻ്റെ 4ാമത്തെ മഞ്ഞ കുതിര അല്ലെങ്കിൽ ഇരിക്കുന്ന മരണം, ഇതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് സ്മിത്ത് തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പ്രകാരം ബന്ധിക്കുന്നു. The period during which this seal applies can hardly be mistaken. ഏത് കാലഘട്ടമെന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് അതിൽ ഒരു തെറ്റോ അതിലൊരു സംശയമോ വരികയില്ല. It must refer to the time in which the papacy bore is unrebuked, unrestrained and the persecuting rule. ഇത് ഏത് കാലഘട്ടം തന്നെയാണ് പാപ്പാത്തം തൻ്റെ ഒരു അളവുമില്ലാതെ ഭരിച്ചിരുന്ന കാലഘട്ടം. ബിഗിനിങ് അബൌട്ട് 538, എപ്പോൾ ആരംഭിച്ചു? 538 AD, and extending to the time when the reformers began the work of exposing the corruption of the papal system. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഈ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന കാലം വരെ. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു തുടങ്ങി, ജെസബെൽ. ആ സമയത്ത് ഒരു ഏലിയാവ് ഉണ്ടായിരുന്നു. രാജ്യം മുഴുവനും വിശ്വാസത്തെ സംബന്ധിച്ച് ഏലിയാവ് വിചാരിച്ച് ആരും ബാലിന് മുട്ടുത്തരില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, എനിക്കൊരു കൂട്ടമുണ്ട്,
അന്ത്യകാലത്ത് ഇതേപോലെ ഒരു കൂട്ടമുണ്ട്. എത്രയും പെട്ടെന്ന് പാപ്പാത്തും തിരിച്ച് അധികാരം ലഭിക്കും. നമ്മൾ തയ്യാറാണോ? ഡെത്ത് ബിഫോർ ഡിസോണർ എന്ന് പറയാൻ തയ്യാറാണോ? അല്ല, നമ്മളല്ല. നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മളിപ്പോൾ മാറ്റം ഒരുക്കമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവൻ കൊടുക്കാൻ ഞാനും നിങ്ങളും എങ്ങനെയാണ് തയ്യാറാകുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം ഈ അനുഭവത്തിന് വേണ്ടി. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വെച്ച് അവനെ സ്നേഹിക്കാനും അവൻ നമ്മളെ ഈ വരാൻ പോകുന്ന പ്രതിസന്ധിയിൽ നമ്മളെ ശക്തീകരിക്കാൻ. കാരണം ഇതെല്ലാം നമുക്ക് വരാൻ പോകുന്ന പ്രതിസന്ധികളാണ്. അടുത്ത 5ാമത്തെ മുദ്ര നമ്മൾ വരാൻ പോകുന്ന ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമുക്ക് നിശ്ചയം പ്രാർത്ഥിക്കും. സ്വർഗ്ഗത്തിൽ വസിക്കുന്ന അടിയങ്ങളെ വാർത്തയുടെ പിതാവേ, അടിയങ്ങളുടെ സന്നിധിയിലേക്ക് പിതാവെ കടന്നു വരുന്നു. ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടാൻ കൃപ പ്രാർത്ഥിക്കുന്നു. പിതാവെ, 1260 വർഷക്കാലം ക്രൈസ്തവർ അനുഭവിച്ച പീഡനം പിതാവെ അടിയങ്ങൾക്ക് മനസ്സിലാക്കുവാനും അന്ന് അവർ പറഞ്ഞതുപോലെ ഡെത്ത് ബിഫോർ ഡിസോണർ എന്ന അടിയങ്ങൾക്ക് പറയുവാനും ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനും അടിയങ്ങളെ ശക്തിക്ക് കൃപ പ്രാർത്ഥിക്കുന്നു. പിതാവ്, ഇപ്പോഴേ അടിയങ്ങളെ സ്വയം ത്യജിച്ചുകൊണ്ടുള്ള ജീവിതം ആരംഭിക്കുവാനും നിൻ്റെ വഴിയിൽ നടക്കുവാനും അന്ന് ക്രിസ്ത്യാനികൾക്ക് സ്വന്തം ജീവൻ വെടിയേണ്ടി വന്നാലും അവർക്കുണ്ടാകുന്ന ആ സമാധാനം അത് ആത്മാവിൻ്റെ ഫലത്തിലൊന്നാണ് അടിയെ വിശ്വസിക്കുന്നു. അത് അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കൃപ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇതിനു വേണ്ടി ഒരുങ്ങേണ്ട സമയമാണ്. ഒരു ദിവസം പോലും നമുക്ക് പാഴാക്കാനില്ല. ദൈവത്തിന് ആത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നേടുവാനും അതിനുവേണ്ടി ഒരുങ്ങാനും ഒരു നിമിഷം പോലും കളയാതെ അതിനുവേണ്ടി ശക്തരാക്കാനും അടിയങ്ങളെ സഹായിക്കണമെന്ന്